മുക്കം CHCയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ CHCക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. സമരം KPCC മെമ്പർ PC ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരെയും ആവശ്യമായ ജീവനക്കാരെയും നിയമിക്കുക, രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുക, ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CHCക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണ KPCC അംഗം PC ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് മുക്കം CHC സെന്റർ മാത്രമല്ല, ഞാൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് താമസിക്കുന്ന ഒരാളാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി ഇതിനേക്കാൾ വളരെ ദയനീയമാണ് എന്നുള്ളത് ഞാൻ ആമുഖമായി ഇവിടെ സൂചിപ്പിക്കുക. ഈ ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രീ ബാലഗോപാലൻ. നിങ്ങളിവിടെ ഈ പ്രദേശത്തെ നല്ലവരെ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ബജറ്റ് അവതരിപ്പിച്ച ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് തുച്ഛമായ ഫണ്ട് മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ഞാൻ ആമുഖമായി പറയുക, ഇത് CHC ആശുപത്രി ഇതിന്റെ മാനദണ്ഡ പ്രകാരം 8 ഡോക്ടർമാർ ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു കഥ ഇവിടെ സൂചിപ്പിക്കൊണ്ട് ഞാൻ ഇവിടെ ആരംഭിക്കാം. ഇന്ന് രാവിലെ ഒരു നായ കടിച്ച ഒരു കുട്ടിയെ ഈ രാവിലെ 8 മണിക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയുണ്ടായി. ഇന്ന് രാവിലെ 8 മണിക്ക് മുക്കം CHC സെന്ററിലേക്ക് കൊണ്ടുവന്നപ്പം ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞു ഇവിടെ നോക്കാൻ ആളില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മധു അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ വേണു കല്ലൂരിട്ടി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MK മുഹമ്മദ്, TV രവീന്ദ്രൻ, ദിലീപ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. PT ബാലകൃഷ്ണൻ, പ്രഭാകരൻ മുക്കം, വസന്തകുമാരി, റുബീന, MK കണ്ണൻ, സുഭാഷ് മണാശ്ശേരി, PP ബൈജു, ശ്രീരാമൻ ശ്രീനിലയം, മുന്തിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.